നമ്മളുടെ എല്ലാവരെയും വീട്ടിലുള്ള ഒരു സാധനം കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഗ്യാസ് എന്താ പറയുക 1 മാസം ഉപയോഗിക്കുന്നത് 3 മാസം ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ സിലിണ്ടറിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം. ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ വെജിറ്റബിളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ നെറ്റ് പോലത്തെ കിറ്റ് കിട്ടാറുണ്ട് അല്ലേ. അത് നമ്മൾ വെറുതെ കളയലാണ്. ഇനി അങ്ങനെ കളയരുത്. ഇതുപോലെ 4ആക്കി മടക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തന്ന പോലെ മടക്കുക. എന്നിട്ടൊരു സൂചി നൂലെടുക്കുക. ഏതെങ്കിലും ഒരു നൂലെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നിക്കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ കളയുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ വളരെ ഉപകാരപ്രദമായി നമുക്കും ഒരു സന്തോഷമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കത് ഉപയോഗപ്രദമാകുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും അല്ലേ. അപ്പോൾ ഒരു സൈഡ് ഞാൻ തുന്നിയതിന് ശേഷം ഈ തുറന്നിരിക്കുന്ന ആ ഭാഗത്തിൽ അവിടെ നമുക്ക് ഒരു ലേസ് കയറ്റുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും. തയ്യലൊന്നും അറിയണമെന്ന് ആവശ്യമില്ല. നമ്മൾ വെറുതെ കീറിയ ഇതൊക്കെ നമ്മൾ തുന്നിയെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുന്നിയെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ. എനിക്കൊരു തുന്നലും അറിയാത്ത ഒരാളാണ് കേട്ടോ. എന്നാൽ കൂടി ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം ഞാൻ 4 ഭാഗവും തുന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മറ്റേ മടക്കിട്ട് 2 ഭാഗവും തുന്നിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഉള്ളനൂലാണ് ഞാൻ എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ആ ഓട്ടയിലൂടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2ആക്കി മടക്കി ഇതാക്കണമെന്ന്. എന്നിട്ട് നമ്മൾ ഇതൊരു കിഴി പോലെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചില്ലറ പൈസകളൊക്കെ സൂക്ഷിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ബാഗിൽ നമ്മൾ തപ്പിയാലും കിട്ടാത്ത ഒരു സാധനമാണ് താക്കോല്, പിന്ന്, അതുപോലെ തന്നെ ചില്ലറ പൈസകൾ. നമ്മൾ വല്ല ഷോപ്പിംഗ് മോളിൽ പോയാൽ തന്നെ 1 രൂപ 2 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ തപ്പി മടുക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ. ഇതുകൊണ്ട് ഇനിയും ഉണ്ട് ഉപയോഗം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു കിഴി കൊണ്ട് നമുക്ക് നമ്മളുടെ അടുക്കളയിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സവാള അരിഞ്ഞ് കൈ ഇങ്ങനെ ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും അല്ലേ. അതിന് കുറച്ച് വെളിച്ചെണ്ണ കൈ തേച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 90% മണം ഉണ്ടാവില്ല. എന്നാലും കൈ കഴുകാനായിട്ട് നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കൈ കഴുകാനായിട്ട് സോപ്പ് നമ്മൾ എടുക്കുന്നതിന് പകരം ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഷ്ണങ്ങളായിട്ടുള്ള സോപ്പ് ഇതുപോലെ ഈ ഒരു കിഴിയിൽ കെട്ടിക്കൊടുക്കുക. കിഴി ഉണ്ടാക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. എന്നിട്ട് നമുക്കിത് നമ്മളുടെ പൈപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. കെട്ടിയിട്ട് കൊടുക്കുമ്പോഴുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. പിന്നെ അതിലുള്ള വെള്ളം സ്വയം അതിൽ ഊറി ഡ്രൈ ആയിട്ട് എപ്പോഴും ഇരുന്നോളും കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമുക്ക് മീൻ മുറിച്ചാലും ഇറച്ചി ഇതാക്കിയാലും എന്ത് ചെയ്താലും നമുക്കൊന്ന് കൈ കഴുകാനായിട്ട് നമ്മൾ വാഷ് ബേസിനിൽ പോകണം. ഇനി അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുത്താൽ മതി. കളയാൻ വെച്ചേക്കുന്ന സോപ്പിന് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ഇടാൻ മറക്കരുതേ. അടുത്തതായിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോഴാണ് കൂടുതൽ ഗ്യാസ് നമുക്ക് ചിലവാകുന്നത് അല്ലേ. ഇതിനു മുമ്പ് ഞാനൊരു യൂസ്ഫുള്ളായിട്ടുള്ള 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗ്യാസ് എങ്ങനെ ലാഭിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ അതൊന്നും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ചോറ് വയ്ക്കുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് നമ്മൾ ആ കഴുകി ആ ചെമ്പിൽ തന്നെ ഒരു അരമണിക്കൂർ കുതിർത്താൻ വെക്കുക. അരി കുതിർത്താൻ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഇതുപോലെ വെച്ച് ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്തിടുക. എന്നിട്ട് അരമുറി നാരങ്ങ എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അരി നല്ല വെന്ത് കിട്ടുന്നതാണ്. നാരങ്ങ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ പെട്ടെന്ന് വേകുവാനും അതുപോലെ തന്നെ അതിൻ്റെ കൊഴുപ്പൊക്കെ പോകാനൊക്കെ സഹായിക്കും. ചോറ് അധികം കഴിക്കുമ്പോൾ തടി വെക്കുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള യാതൊരു പുളിയോ ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ചോറിന് ഉണ്ടാവുന്നതല്ല. കണ്ടില്ല, അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ നാരങ്ങ ഒഴിക്കരുത്. അരമുറി നാരങ്ങ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഗ്യാസ് കത്തുമ്പോൾ ഇതുപോലെയൊക്കെ കത്തുമ്പം കുറേ ഗ്യാസ് നമുക്ക് വളരെ നഷ്ടം വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഏതൊരു പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ക്ലോസപ്പാണ് എടുത്തേക്കുന്നത്. ഏതാണെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് നമ്മളോട് ഇതുപോലത്തെ ഉള്ള ബർണറിൽ ഇതുപോലെ ചുറ്റിനും തേച്ച് കൊടുക്കാം. ഈ ഒരു ഇങ്ങനെയൊക്കെ നമുക്ക് തീ പല ഭാഗത്തുനിന്നും കത്തുന്നത് അത് നമ്മൾ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ
അതിൻ്റെ ആ ഒരു സൈഡൊക്കെ അതിൻ്റെ ഒരു ഫിറ്റിങ്സ് കറക്റ്റ് ആകാണ്ടാകുമ്പോഴാണ്. എൻ്റെ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ബർണർ ഇതുപോലെയാണ് കേട്ടോ. പലവരെയും പല രീതിയിലാണല്ലോ. അപ്പം ഞാൻ ആ ജോയിൻ ഭാഗങ്ങളിലെല്ലാം ഈ ഒരു പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കത്താൻ തുടങ്ങി. അപ്പോൾ ആ ഒരു വിടവിലൂടെ നമ്മൾ കത്തിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഗ്യാസ് കുറേ ചിലവാകും. നമ്മളത് അറിയാതെ തന്നെ നമ്മൾ ഇപ്പം അരമണിക്കൂർ കൊണ്ട് വേകുന്ന സാധനങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. ഗ്യാസ് പല രീതിയിലും പോകുന്നത് കൊണ്ട് തന്നെ അത് ഗ്യാസ് കൂടുതൽ ചിലവാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേ ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കുക്കിങ്ങൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും എന്നുള്ളത് ഇതിനു മുമ്പ് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ. ഗ്യാസ് അടുപ്പിൻ്റെ ഒരു പ്രോബ്ലത്തിന് ആരെയും വിളിച്ച് ശരിയാക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് ഞാൻ ഷാമ്പു എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 രൂപേൻ്റെ ഷാമ്പു ആണ് എടുത്തേക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഏത് ഷാമ്പു ആണോ ഉള്ളത് ആ ഒരു ഷാമ്പു എടുക്കുക. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഷാമ്പു മതി കേട്ടോ. അത് കൂടുതലൊന്നും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മസ്റ്റായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ്. പല അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ടും സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഷാമ്പു നല്ലതുപോലെ അതിൽ മിക്സ് ചെയ്തെടുക്കണം. അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അത് കട്ടയുന്നതായിട്ട് കിടക്കരുത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ കൂടി ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളുടെ ഗ്യാസ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ പലവർക്കും, എനിക്കുൾപ്പെടെ ഒരു പേടിയാണ്. അത് ലീക്കുണ്ടോ, അത് കറക്റ്റാണോ, നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റാണോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ചെയ്താൽ അത് അറിയാനായിട്ട് സാധിക്കും. നമ്മളിത് ഊരുമ്പം ആ ഒരു ഭാഗം ഇതുപോലെ വലിച്ചിട്ട് പൊക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മൂടി തുറക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ആ ഒരു കമ്പി പിടിച്ച് വലിച്ച് നീക്കിയാൽ മതി. എന്നിട്ട് അത് പൊക്കിയാൽ വളരെ സിമ്പിളായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു റെഗുലേറ്ററിൽ എന്തെങ്കിലും കരടുണ്ടോ, എന്തെങ്കിലും ലൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല കരട് കയറിയിരിക്കുന്നുണ്ടോ, ഇത്തിരി എണ്ണ അതിൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ലൂസാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു സ്പ്രിങ് നല്ല പോലെ ഫിറ്റ് ആകുന്ന രീതിയിൽ കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഫിറ്റ് ആകാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ അതിൽ ലീക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇൻ കേസ് വല്ല ലീക്ക് ഉണ്ടോ എന്നറിയാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സോപ്പും വെള്ളമില്ലേ, നമ്മൾ ഷാമ്പു കലക്കിയെടുത്ത ആ ഒരു സോപ്പും വെള്ളം ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇനി അതിൽ ഫിറ്റായിട്ടില്ല, കറക്റ്റ് അല്ല ഇരിക്കുന്നതെങ്കിൽ അതിൽ ബബിൾസ് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സൈഡിലൊക്കെ ബബിൾസ് വരാനായിട്ട് തുടങ്ങും. അങ്ങനെ ബബിൾസ് വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്തത് കറക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ല ഓവറായിട്ട് ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബബിൾസ് നല്ല രീതിയിൽ അതിൽ ഫോം ചെയ്തു വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിലിണ്ടർ നമ്മൾ ഫിറ്റ് ചെയ്തത് കറക്റ്റാണ്, പക്ഷേ ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സിലിണ്ടർ ഉപയോഗിക്കരുത്. അതുപോലെ നമ്മളുടെ വയറിൽ നമ്മൾ കണക്ട് ചെയ്ത ആ വയറിൽ വല്ല ലീക്ക് ഉണ്ടോ എന്ന് നോക്കാനും ഈ ഒരു സോപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഓരോ ഭാഗത്തും ഇതുപോലെ കണക്ട് ചെയ്തേക്കുന്ന സ്ഥലത്ത് സോപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ ലീക്ക് ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ബർണറൊക്കെ എത്ര നമ്മൾ നോക്കിയാലും അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളെ കയ്യിലുള്ള വാസലിനില്ലേ, ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾ വാസലിൻ മാത്രം എടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ആ ഒരു പഴയതിൻ്റെ ലുക്കില്ലേ, ആ ഒരു പഴയതിൻ്റെ ആ ഒരു ഇത് തന്നെ പോയിട്ട് നല്ല പുത്തനാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മളുടെ ഗ്യാസ് അടുപ്പും നമുക്ക് ക്ലീൻ ചെയ്താൽ നല്ല വെട്ടിത്തിളങ്ങും, സ്ക്രാച്ചിൻ്റെ പാടൊക്കെ പോകും. അതുപോലെ തന്നെ നല്ല പുത്തനായിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് സഹായിക്കും. അത് എപ്പോഴും ചെയ്യണമെന്നൊന്നുമില്ല, ആഴ്ചയിൽ 1 ദിവസം മാത്രം നിങ്ങളിത് ചെയ്താൽ മതി.
വാസലിൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മളുടെ എന്താണ് പറയുക നല്ലെണ്ണ എടുത്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ, വാസലിൻ്റെ അത്രയും. എന്നാലും ഒരു പുതുമ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നല്ല പുത്തനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.